ഹലോ. സോ കൃഷ്ണൈ ടെമ്പിളിൽ നിന്ന് നമ്മൾ നേരെ ഈ ലിംഗമാല വാട്ടർഫോൾസിലേക്കാണ് വന്നത്. സോ ഇത് അവിടെ എൻട്രി ഫീസ് ഒക്കെ കൊടുത്ത് നമ്മളിതാ ഉള്ളിൽ കയറി ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിപ്പോണം. അപ്പോൾ ഇത് വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. സോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയാൽ നമുക്ക് വാട്ടർഫാൾ കാണാം. പിന്നെ ഇവിടുന്ന് മുകളിലേക്ക് കയറിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഹിൽ ടോപ്പിലെത്തിയിട്ട് അവിടുന്ന് ഉള്ള ഒരു വ്യൂവും കൂടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഒരുപാട് നടക്കണം. സോ നമ്മൾ നേരെ വാട്ടർഫോളിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. സോ ഈ ഒരു സൗണ്ട് തന്നെ ഭയങ്കര കാമിങ് ആണ്. ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ടൈം വന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ഒരു വികസനമൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇതാ ഈ പാലം വന്നു, ഈ സൈഡിലൊരു ചായക്കട പോലെ വന്നു, പിന്നെ റോപ്പ് വേ വന്നു. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ദോഷവും ഇവിടെ കാണാനുണ്ട്. ഇവിടെ ഫുള്ള് സൈഡിലൊക്കെ പ്ലാസ്റ്റിക്സ്, ഇതൊന്നും കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇല്ലായിരുന്നു. ഒരുപാട് വേസ്റ്റ് ഒക്കെ ഡെപ്പോസിറ്റഡ് ആയിട്ടുണ്ട്. സോ ഐ ഫീൽ സോ സാഡ്. അത്രയും നല്ല ക്ലിയർ കണ്ണീര് പോലെയുള്ള വെള്ളം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. സോ അവിടെ ഈ പ്ലാസ്റ്റിക് ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പം ഏതൊരു സ്ഥലത്ത് പോവുകയാണെങ്കിലും നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കുക, അതിനെ നശിപ്പിക്കാതിരിക്കുക. നമ്മുടെ വേസ്റ്റൊക്കെ നമ്മളൊരു ബാഗ് എടുത്ത് അതിൽ ക്യാരി ചെയ്യുക. അഥവാ നമ്മൾ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സോ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളത് ക്യാരി ചെയ്യുക. നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറാൻ ശ്രമിക്കുക. സോ ഈ വികസനമൊക്കെ നല്ല കാര്യം തന്നെ. അതേസമയം നമ്മൾ അധികമായിട്ട് ഒന്നും ഹെൽപ്പൊന്നും ചെയ്യുന്നില്ലെങ്കിലും കൂടെ നമ്മൾ നശിപ്പിക്കാതിരിക്കുക, ഒന്നും ദ്രോഹിക്കാതിരിക്കുക, അതെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. എന്തോ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടോ ഇത് കണ്ടപ്പം, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. സോ ഒരു 1%, ഒരു കുറച്ച് % ആളുകൾ ഉണ്ടായാൽ മാത്രം മതിയില്ലേ ഇങ്ങനെയൊക്കെ ഒരു കെയർലെസ് ആയിട്ടുള്ള ബിഹേവിയർ മതി ഇതിനൊക്കെ ഇങ്ങോട്ട് തട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ കൃഷ്ണൈ ടെമ്പിൾ എന്ന് പറഞ്ഞില്ലേ, ഇത് ഇന്ത്യ തന്നെയാണോ എന്ന് ചോദിച്ചു എന്ന്. അപ്പം ഈ ഫോട്ടോസ് കണ്ടപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതും ഇന്ത്യ തന്നെയാണോ? അത്രയും നല്ല ഒരു അടിപൊളിയായിട്ടുള്ള പ്ലേസിലാണ് ഈ ഒരു ഗതി വന്നത്. പിന്നെ ഇവിടെ ഇരിക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടെല്ലാം കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് വന്നിട്ടുണ്ട്. സോ റിലാക്സിങ് ടിക്കറ്റ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു നല്ല തണുപ്പും കാര്യങ്ങളും കൊടംപൊടിയുടെ അടുത്തായത് കൊണ്ട് തന്നെ ഇതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഈ തിരിച്ചു പോകുമ്പോൾ നമുക്ക് മധുബനിൽ ഒന്ന് കയറണം, ഹണിയുടെ അവിടെ. സോ നമുക്ക് ഇനി റൂമിലേക്ക് പോവാം. രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ട്. സോ മധുബനിൽ കൂടെ കയറിയിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. സോ ഈ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ് ഫോർ മൈ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.